ഹായ് ഫ്രണ്ട്സ്, ഇടതുപക്ഷ മുന്നണി സ്വതന്ത്ര MLA ശ്രീ PV അൻവർ മുന്നണിക്ക് പുറത്തേക്ക്. അദ്ദേഹം ഏതായാലും രണ്ടും കൽപ്പിച്ച മട്ടിലാണ്. നിത്യേന എന്നോണമാണ് പത്രസമ്മേളനം നടത്തുന്നത്. പക്ഷേ ആ സമ്മേളനങ്ങളിലൂടെ അദ്ദേഹം ഉയർത്തുന്ന ചില പ്രശ്നങ്ങളുണ്ട്. അതിനെ അത്ര നിസ്സാരമായി തള്ളിക്കളയാനാവുകയില്ല. ഒരുപക്ഷെ കേരളീയ പൊതുസമൂഹം കുറെ കാലമായി ഉയർത്തിയിരുന്ന പ്രശ്നങ്ങളാണ് ഇവയൊക്കെ. നമ്പർ 1, സാധാരണക്കാരന് പരിഗണന കിട്ടുന്നില്ല. സത്യമാണ്. അതിലുപരി ഗവൺമെന്റിനെതിരെ ജനവികാരമുണ്ട്, പ്രത്യേകിച്ചും മുഖ്യമന്ത്രിക്കെതിരെ. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ പൂജയ്ക്കാരും മണി കിട്ടുമെന്ന് പറഞ്ഞതുപോലെ വിളിച്ചു പറയുവാൻ ഇടതുപക്ഷ MLA തന്നെ വേണ്ടി വന്നു. പക്ഷെ പ്രശ്നമെന്ന് പറയുന്നത് അൻവർ എന്ന പ്രതിഭാസം എത്ര കാലം ഉണ്ടാകുമെന്നുള്ളതാണ്. ഇപ്പോൾ അദ്ദേഹം കൂടെ ഉണ്ട് എന്ന് കരുതുന്ന ഈ ആളുകളൊന്നും അധികകാലം കൂടെ ഉണ്ടാവുകയില്ല. അതൊക്കെ വെറും ആൾക്കൂട്ടം മാത്രം. ഈ ഞായറാഴ്ച ശ്രീ PV അൻവർ പൊതുസമ്മേളനം വിളിച്ചിരിക്കുകയാണ്. തീർച്ചയായും കൈനിറയെ കാശുള്ളത് കൊണ്ട് ആ പരിപാടിയിൽ പങ്കെടുക്കാൻ നിറയെ ആൾക്കാരും ഉണ്ടാവും. പക്ഷേ അവയൊന്നും അധികകാലം നീണ്ടു നിൽക്കുകയില്ലെന്ന് മാത്രം. ഒരുപക്ഷെ മുന്നണിക്കകത്തായിരുന്നപ്പോൾ അദ്ദേഹത്തിന് പിന്തുണ കൊടുത്തിരുന്ന പാർട്ടി നേതാക്കന്മാർ ഇനി കൂടെ ഉണ്ടാവുകയില്ല. പകരം പാർട്ടിക്ക് പുറത്തുള്ളവരുടെ മൗന പിന്തുണ ലഭിച്ചേക്കാം. പ്രത്യേകിച്ചും BJPയുടെയും UDFന്റെയും. പരസ്യമായിട്ടല്ലെങ്കിൽ പോലും ഇനി എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ, ഇതുവരെ തേഞ്ഞു മാഞ്ഞു കിടന്നിരുന്ന പല കേസുകളും ഇനി ഉയർന്നു വരാൻ തുടങ്ങും. നിയമം എത്ര കാർക്കശ്യമാണെന്നും ശക്തമാണെന്നും അദ്ദേഹം തിരിച്ചറിയാൻ പോവുകയാണ്. അധികാരത്തിൻ്റെ ശീതളഛായയിൽ സുഖലോലുപനായി കഴിഞ്ഞിരുന്ന ശ്രീ PV അൻവർ ഇനി മുതൽ തിരിച്ചറിയും തനിക്കെതിരെയുള്ള പോലീസ് കേസുകൾ സത്യമാണ് അഥവാ യാഥാർത്ഥ്യമാണ്. ആ ഭൂമി കയ്യേറല്, അനധികൃത സ്വത്ത് സമ്പാദനം, ഇവയെല്ലാം ഇനി ഉയർന്നു വരും. റവന്യൂ വകുപ്പും ആഭ്യന്തര വകുപ്പും ഒക്കെ സടകുടഞ്ഞെണീക്കും. പക്ഷെ അതുകൊണ്ട് വേറെ ഗുണം കൂടിയുണ്ട്. കേന്ദ്ര ഏജൻസികൾ ഇനി മുതൽ നിശബ്ദരാകും. കാരണം ശത്രുവിന്റെ ശത്രു മിത്രം. കാരണം BJPയെ സംബന്ധിച്ചും കോൺഗ്രസിനെ സംബന്ധിച്ചും ഇടതുപക്ഷത്തെ ആഞ്ഞടിക്കാൻ കിട്ടിയ സൂപ്പർ ലോട്ടറിയാണ് അൻവർ. അതവർ പരമാവധി മുതലാക്കുകയും ചെയ്യും. അൻവർ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ തീർച്ചയായും കോൺഗ്രസ് ഏറ്റെടുക്കാൻ സാധ്യതയുമുണ്ട്. BJP ഇതിന് മൗന പിന്തുണ നൽകുകയും ചെയ്യും. ഒരുപക്ഷേ അൻവർ മറ്റൊരു MV രാഘവനോ ഒക്കെ ആയിത്തീരാൻ സാധ്യതയുണ്ട്. പക്ഷേ അത് എത്ര കാലം? കുറെ കാലം. അത് കഴിഞ്ഞ് ആ പ്രതിഭാസവും കെട്ടടങ്ങും. അത് തന്നെ സംഭവിക്കാൻ പോകുന്നു.